ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണി ആട്ടോ. ഇത് ഒരു വെറൈറ്റി ബിരിയാണിയാണ്, നമ്മളൊക്കെ ഉണ്ടാക്കാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഉള്ളി തക്കാളി അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇവിടെ ഇങ്ങനെ ചിക്കനെ കിട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യലാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് വല്യുള്ളി തക്കാളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ മല്ലിയിലയും പുതിനൻ്റെ ഇലയും അരിഞ്ഞത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് പച്ച മസാല പറഞ്ഞാണ് കേട്ടോ, പച്ചക്ക് ഉണ്ടാക്കണേ അങ്ങനെയാണ് ഇട്ടത് ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് എല്ലാം കൂടി ആക്കലല്ലേ. ഇത് എങ്ങനെയാണ് എല്ലാം മിക്സ് ആക്കിക്കാണ്ട് ഒന്നിച്ചാണ്ട് അടുപ്പിൽ വെക്കലാട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കട്ടോ. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പണിയും എളുപ്പമാണ്. മറ്റേ നമ്മൾ കുറേ നേരം ഉള്ളി വഴഞ്ഞ് കിട്ടണം, നല്ലോണം വാട്ടിയാലേ അതിക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണല്ലോ. ഇതിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് എളുപ്പമാണ്. മറ്റേ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ കുറേ ടൈം നമുക്ക് പിടിക്കുമല്ലോ, ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് കുറേ ഉപ്പ് ഇടണ പോലെ ഉണ്ടാവും കേട്ടോ, പക്ഷെ ഇവിടുത്തെ ഉപ്പ് കുറേ ഇട്ടെടുക്കണം, എന്നാലേ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൊടുക്കട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ടുകണല്ലോ, അപ്പോൾ അതിന് എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇത് മറ്റേ ജാതിക്കയും അതൊക്കെ പൊടിച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കാട്ടത്. നമ്മളെ ബിരിയാണി മസാല ഉണ്ടല്ലോ അത് പൊടിച്ചത് നമ്മൾ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തൈരും ഒഴിച്ചു കൊടുക്കുക, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തൈരും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് എല്ലാം കൂടി ഇതാക്കിക്കാണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടോ. അത് കൈ കൊണ്ട് തന്നെ എല്ലാം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ തക്കാളിൻ്റെ ഇതിൻ്റെ ഒക്കെ ഇതാവുള്ളൂ കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടും പിന്നെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട്, ചോറ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മളെ സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെക്കട്ടോ. എന്നിട്ട് നമ്മളിത് തിളക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ അരി കഴുകിക്കാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഊറ്റിക്കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചില ഭാഗങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം തളിച്ച് അതിന് ഒരു കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ഈ ചിക്കന് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചൂടുവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചിക്കനിലേക്ക് ഒഴിച്ചുകൊണ്ട് അത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നല്ലോ ആ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കട്ടോ. നെയ്യും ഒഴിച്ചിട്ട് അരി വേവുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിക്കട്ടോ. അങ്ങനെ നമ്മൾ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ചിക്കന് വേവിക്കാൻ വെച്ചിരുന്നല്ലോ ആ ചിക്കനിക്ക് നമ്മൾ കുറച്ച് കുറച്ചായിക്കാണ്ട് ചോറിട്ട് കൊടുക്കട്ടോ. അങ്ങനെ എല്ലാ ചോറും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാല, അതേപോലെ നെയ്യ്, കറിവേപ്പിൻ്റെ ഇല, അതേപോലെ മല്ലിയിലയും പുതിൻ്റെ ഇലയും കൂടി അരിഞ്ഞത് അതെല്ലാം അതിൻ്റെ മേലെ ഇട്ടുകാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തുകാണ്ട് അത് ചൂടാക്കാൻ വേണ്ടി ദമ്മാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു 20-25 മിനിറ്റ് അങ്ങനെ
ഫ്ലെയിം കുറച്ചുകാണ്ട് നമ്മൾ അടുപ്പിൽ ഇങ്ങനെ വെക്കണം കേട്ടോ, നമ്മളെ ചിക്കനും ഇതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പച്ചക്ക് വെക്കാന്ന് പറഞ്ഞപ്പോൾ കരുതി എത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ സേമിയം പായസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചോറ് ഇങ്ങനെ തിന്നാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കോണ്ടി കേട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യോണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.